അയാളുടെ അനശ്വരമായ സൃഷ്ടി ഒരു മരണത്തിൽ നിന്ന് ഒരു ജീവിതം രക്ഷിച്ച് അയാളുടെ പ്രായം ചെന്ന അനാഥമായ അയാളുടെ ജീവിതത്തെ അയാൾ അങ്ങനെ ഒരു അനശ്വരമായ ചിത്രത്തിലൂടെ ബലിയർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ എഴുത്തുകാരനും ചെയ്യുന്നത് അതേ കർമ്മമാണ്. അവൻ ഓരോ ഇല പൊഴിഞ്ഞു പോകുമ്പോഴും ഏറ്റവും മഹത്തായ ഒരു പച്ച ഇലയ്ക്ക് വേണ്ടി, ഒരു വലിയ ഇലയ്ക്ക് വേണ്ടി അവൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ആ ഇലയുടെ നിറങ്ങൾ, അത് സ്വീകരിക്കുന്ന പ്രകാശം, അതിൻ്റെ ഹരിതഭംഗികൾ, അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രകൃതിയുടെയും സങ്കല്പങ്ങൾ, ഇതൊക്കെ ഈ സുമേഷിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാം. ഇവിടെ നിന്ന് സുമേഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കലാം സൂചിപ്പിച്ചതുപോലെ, ഒരു ലോഞ്ച് പാഡിൽ നിന്ന് ഒരു പുതിയ റോക്കറ്റുമായിട്ട് നമുക്ക് ഉയർന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. വളരെയധികം സന്തോഷം. നല്ല വാക്കുകൾക്ക് നന്ദി സുരേന്ദ്രേട്ട. അടുത്തായി ആശംസകളത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി തൃശൂർ കോർപ്പറേഷൻ ഒമ്പാട് ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് വില്ലി ജിജോനെ ക്ഷണിക്കും. ഈ പുസ്തക പ്രകാശനം പരിപാടിയുടെ അധ്യക്ഷൻ, ഞങ്ങളെല്ലാവരും തമ്പിയേട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീകുമാർ MP, ഇവിടെ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ച നമുക്ക് ഏറ്റവും ബഹുമാന്യനായ എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ ശ്രീ MP സുരേന്ദ്രൻ അവറുകൾ, ഇന്നത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ, ഇന്നത്തെ ഈ പുസ്തകം എഴുതിയ, ഇന്ന് ചേറൂരിനെ സംബന്ധിച്ചും തൃശ്ശൂരിനെ സംബന്ധിച്ചും ഒരു പദവിയിലേക്ക്, എഴുത്തുകാരൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഞങ്ങളെല്ലാവരും സുമേഷ് ജി എന്ന് വിളിക്കുന്ന സുമേഷ് ഏട്ടൻ, സുമേഷന്റെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് അനിയേട്ടനും നാണിമി ചേച്ചിയും സ്മിതയും കുടുംബാംഗങ്ങളും, 40 നഗർ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബാംഗങ്ങൾ, ഇവിടെ വേദി പങ്കിടുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, സുമേഷ് ഏട്ടന്റെ ഒരു പുതിയ ഒരു പദത്തിലേക്ക്, എഴുത്തുകാരൻ എന്നൊരു പദത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു വലിയ മഹനീയമായ ഒരു വേദിയും ഒരു മഹനീയമായ കർമ്മവും നടത്തപ്പെട്ടിരിക്കുകയാണ്. അതിനെല്ലാം സാക്ഷിയാകാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചതിലുള്ള വലിയ സന്തോഷം ചേറൂർ ഡിവിഷന്റെ പേരിൽ ആദ്യമേ തന്നെ അറിയിക്കുന്നു. ചേറൂരിനെ സംബന്ധിച്ച് 40 നഗറിലെ ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. 40 നഗറിലെ ആളുകളെല്ലാം, അവിടുത്തെ കൂട്ടുകാരെല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു മീറ്റിംഗ് പോയിന്റിൽ എപ്പോഴും സുമേഷ് ഏട്ടൻ അവിടെ കാലം നിവർത്തി, ഒരുപക്ഷെ ആ കാല് ചാരാനായിട്ട് അദ്ദേഹത്തിന്റെ വണ്ടിയും കൂടി ഉണ്ടാവും എന്നുള്ളതാണ്. ആ വണ്ടിയിലെ കാലിങ്ങനെ നിവർത്തി വെച്ച് ഒത്തിരി ചിന്താ നിമഗ്നനായിരിക്കുന്ന സുമേഷ് ഏട്ടനെ പലപ്പോഴും കാണാറുണ്ട്. പക്ഷെ ഇത്രയ്ക്ക് വലിയ ഒരു അനുഭവങ്ങളും ഇത്രയ്ക്ക് വലിയ എഴുത്തും അദ്ദേഹത്തിന് ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എനിക്ക് വലിയൊരു സന്തോഷം തോന്നുന്നത്, സാധാരണ ഈ ചങ്ങമ്പുഴ ഹാളിലെ പല പരിപാടികൾക്കായിട്ട് ഞാൻ വരാറുണ്ട്. പക്ഷെ ഇത്ര നിറഞ്ഞൊരു സദസ്സ് ആദ്യമായിട്ടാണ്. ആദ്യമേ തന്നെ ഇവിടെ വന്നു ചേർന്ന് നിങ്ങൾക്ക് ഏവർക്കും സുമേഷ് ഏട്ടനോടുള്ള നന്ദിയും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രകാശന കർമ്മത്തിലെ പങ്കാളികളാകാൻ വന്നതിനുള്ള വലിയൊരു നന്ദിയും കൂടെ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നേരത്തെ ഇവിടെ ഈ പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ച സുരേന്ദ്രൻ സാർ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തെ കുറിച്ച് പറയുകയുണ്ടായി. അതിന് പറഞ്ഞു വെച്ചൊരു കാര്യം, ഇത് വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ മനസ്സമാധാനം കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ശാന്തത കിട്ടാനായിട്ട് ഒരു ഔഷധമായിട്ട് ഈ പുസ്തകത്തെ നമുക്ക് കാണാം എന്ന് പറഞ്ഞു. സാധാരണ പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത്, പുസ്തകങ്ങൾ വായിച്ചാൽ അറിവ് ലഭിക്കുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറയുന്നത് പോലെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഇവിടെ പുതിയൊരു ചിന്തയും കൂടെ ഇന്ന് സുരേന്ദ്രൻ സാറ്, ഞങ്ങളുടെ സുമേഷ് ഏട്ടൻ രചിച്ച ഈ പുസ്തകത്തെ വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതല്ലോ ഒരു വലിയ ഔഷധമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പൊ ഈ മനഃശാസ്ത്രജ്ഞർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും ഒക്കെ പണി എളുപ്പമായിട്ടുണ്ട്. എന്താണ്, ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാല് ഒരു വലിയ ആശ്വാസം ലഭിക്കും. ആശ്വാസം എന്നതിനേക്കാൾ ഉപരി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നു വന്ന ചെറിയ ചെറിയ ചിന്തകള് അദ്ദേഹത്തിന്റെ ക്രിയാത്മകതയിലൂടെ കൊണ്ടുവന്ന് അതൊരു പുസ്തകമാക്കിയപ്പോൾ അതിനൊത്തിരി ഭംഗി വന്നു എന്നുള്ളതാണ്. അത് വലിയൊരു കാര്യമാണ്. കാരണം നമുക്കാർക്കും
ചെയ്യാൻ പറ്റാത്തത്, നമ്മളൊന്നും അതിന് സമയം കണ്ടെത്താത്തതുമായ ഒരു ദ്രുതഗതിയിലുള്ള ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നമ്മളെ സംബന്ധിച്ച് പക്ഷെ നമ്മളൊന്നും വായിക്കാനും അല്ലെങ്കിൽ വായിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഒന്നും സമയം കിട്ടാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ സുമേഷ് ചേട്ടൻ അതിനുവേണ്ടി സമയം കണ്ടെത്തി എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ തുടർന്നുള്ള എഴുത്തുകൾ ഇനിയും പ്രചോദനമാകണം, ഇനിയും ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കണം. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പുസ്തകത്തിലെ ഞാനും ഒരു കഥാപാത്രമായി വന്നിട്ടുണ്ടോ എന്നൊരു സംശയം. ഈ വായിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. തീർച്ചയായിട്ടുണ്ടോ? അപ്പൊ ഞാനും അതിനൊരു കഥാപാത്രമായി വന്നിട്ടുണ്ടോ? വായിച്ചിട്ട് വിവരം പറയാനേ. ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷമുള്ള ഒരു ധന്യ മുഹൂർത്തം ഇതിലെ പങ്കാളിയാകാൻ ഈ ഒരു വേദി പങ്കിടാനായിട്ട് എനിക്കും അവസരം ലഭിച്ചതിലുള്ള വലിയ ഒരു സന്തോഷം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ടുള്ള എഴുത്തിൽ അദ്ദേഹത്തിന്റെ ഭാവി ജീവിതത്തിലും ഒത്തിരി നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സംസാരിക്കാനായിട്ട് വിൽവട്ടം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് പ്രകാശ് പടനാശ്. മാതൃഭൂമിയിലെ ബഹുമാനായ മാതൃഭൂമിയുടെ എഴുത്തുകാരനോട് സാറ് രീതിയിലും സദസ്സിലുമുള്ള ബഹുമാനം. കുഞ്ഞുട്ട ചെറുതും ആട്ടകഥ എന്ന പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രകാശന കർമ്മം ഒരു ദിവസം ഇന്ന് ഞായറാഴ്ച 4 മണിക്ക് ഇവിടെ നടത്തുന്നുണ്ട് എന്ന് സുമേഷ് പറഞ്ഞ് ക്ഷണിച്ചിട്ടായിരുന്നു. പക്ഷെ പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ ആളെ കണ്ടതിന്റെ ഡീറ്റെയിലായിട്ട് ഇന്ന് കാലത്ത് കൂടി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള നെല്ലൂർ കാർത്തിക ക്ഷേത്രമുണ്ട്, അവിടെ ഒരുമിച്ച് കണ്ടതായിരുന്നു. അപ്പോഴും ഈ ഞങ്ങൾ സംസാരിച്ചു എന്ന് വെച്ചാലും ഇവിടെ വന്ന് എന്തെങ്കിലും സംസാരിക്കേണ്ടി വരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശംസ പറയേണ്ട ഒരവസ്ഥ ഉണ്ടാവുമോ എന്ന് എനിക്ക് മുകളിലാക്കി. അതുകൊണ്ട് ഈ പുസ്തകം ഇപ്പൊ കയ്യിൽ കിട്ടിയപ്പോ ഇതിന് ശേഷം ഇതിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ. പക്ഷെ എന്നാലും സുരേന്ദ്രൻ സാറ് നമ്മളോട് നമ്മൾ ആ പുസ്തകത്തിന്റെ ഏകദേശം ഉള്ളിലേക്ക് പോയതിന്റെ ഒരു ഏകദേശ രൂപം വളരെ അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു അവസ്ഥ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നമുക്ക് വിവരിച്ചു തരികയുണ്ടായി. അതായത് കുഞ്ഞുട്ടന്റെ മാസതി അവരുടെ ചട്ടിയും കലവും തമ്മിലുള്ള തട്ടിയും കുട്ടിയും അതൊക്കെ ലോക്കൽ, അതായത് നമ്മുടെ നാടൻ ഭാഷയിലൂടെ വളരെ സരസമായ രീതിയിൽ നമ്മുടെ നാടൻ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട്, അതാണ് അദ്ദേഹം ഉപയോഗിച്ചത് തോന്നുന്നത്. അതായത് പുസ്തകം വായിച്ചാല് എന്തെങ്കിലും അസുഖം മനസ്സിൽ നമുക്കുണ്ടാവുന്ന ടെൻഷൻ അല്ലെ, മനസ്സിൽ നമുക്കുണ്ടാവുന്ന ടെൻഷനുകള്, മറ്റ് രോഗങ്ങൾ പോലും നമുക്ക് മനസ്സിലുണ്ടാവുന്ന ടെൻഷനുകള്, നിത്യ ജീവിതത്തിലുണ്ടാവുന്ന നമ്മുടെ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ടെൻഷൻ അല്ലെങ്കിൽ അസുഖം, അങ്ങനെയുള്ള മറ്റ് പ്രശ്നങ്ങൾക്കൊക്കെ മാനസികമായിട്ട് നമുക്കൊരു ഉല്ലാസം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു എഴുത്താണ് ഈ രീതിയിൽ സുമേഷ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാല് സരസമായ നമ്മുടെ സംസാര രീതി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മലയാളത്തിൽ തന്നെ നമുക്കറിയാം. കേരളത്തിലെ മലയാളം നമ്മൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എത്തിയാൽ ഈ മലയാളം ഏത് വഴിക്കാൻ പോകണമെന്ന് നമുക്ക് ആർക്കും പിടിയിട്ടില്ല. തിരുവനന്തപുരത്ത് പോയിട്ട് നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ അയാൾ നമ്മളോട് എന്താന്ന് ചോദിക്കണമെന്ന് വേറെ രീതിയിലാണ് ചോദിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ കോട്ടയം, പിന്നെ തൃശ്ശൂര് എന്താണോ ചോദിക്കുന്നത്, എന്താ ഇഷ്ടമാണെന്ന് ചോദിക്കുന്നതിന് പോലെ അങ്ങോട്ട് നീങ്ങുമ്പോ അത് കാസർഗോഡൊക്കെ എത്തുമ്പോൾ വേറെ രീതിയിൽ പോണേ. അതിന്റെ തൃശ്ശൂരിൽ നിന്നുകൊണ്ട്, തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ നിന്നുകൊണ്ട് ചേരൂരിന് ജനിച്ച എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. കാരണം സുമേഷ് ഇത്തരം ഒരു പുസ്തകം എഴുതിയ ഒരു സുഹൃത്ത്, എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണെന്ന് പറയാൻ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. പിന്നെ അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ മലയാള ഭാഷ വളരെ വ്യത്യസ്ത രീതിയിലാണ് പോണത്. ഹിന്ദിയിലോ മറ്റ് ഇംഗ്ലീഷിലൊന്നും ഇത്ര വൈരുദ്ധ്യം ഉണ്ടാവും തോന്നുന്നുണ്ട് എനിക്ക്. കാരണം മലയാളത്തിലാണ് ഓരോ ജില്ലയിൽ വരുമ്പോൾ നമ്മൾ ചെറിയൊരു സംസ്ഥാനമാണെങ്കിലും 14 ജില്ലയിലും 14 രീതിയിലാണ് മലയാളം സംസാരിക്കുന്നത്.
എന്നിരുന്നാലും തൃശ്ശൂരിൽ തനതായ തൃശ്ശൂരിന്റെ ഭാഷയിൽ ഭംഗിയായും സരസമായും അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഇത് വായിക്കാതെ തന്നെ നമ്മുടെ സുരേന്ദ്രൻ സാർ പറഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം അത് ബുദ്ധി. കാരണം അദ്ദേഹം ഇത് പരിപൂർണമായിട്ട് ഇതിൽ കൂടെ കടന്നുപോയി. അപ്പൊ അതുപോലെയുള്ള ഇത്തരം വലിയ വലിയ എഴുത്തുകാരൊക്കെ നല്ല രീതിയിൽ പ്രശംസിക്കുന്ന രീതിയിലുള്ള മികച്ച ഒരു എഴുത്തുകാരനായി മാറാൻ തുടർന്ന് ഇതിപ്പോ VK-ന്റെ കണ്ടതുപോലെ തോന്നുന്നു. എന്തായാലും ഇതിനു ശേഷം തുടർന്ന് ഇദ്ദേഹം വളരെ ഉന്നതങ്ങളിൽ ചേറൂരിന് ഇപ്പൊ തന്നെ ചേറൂരിന് ഒരു അഭിമാനമായിട്ട് മാറി തുടർന്ന് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് വലിയ വലിയ കഥകളോ സമാഹാരങ്ങളോ അങ്ങനെ വലിയ നോവലുകൾ അത്തരം രീതിയിൽ സാധാരണ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം ഇങ്ങനെ എഴുതുമ്പോൾ തുടർന്നുള്ള പുസ്തകങ്ങൾ അദ്ദേഹം രീതികളിലെ മാറി മാറി വരാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞ് നമ്മളെ പോലെ അല്ലല്ലോ, അദ്ദേഹം എന്നും പുതിയ പുതിയ ആളുകളെയും പഴയ ആളുകളെയൊക്കെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് സാറ് പറയുന്നത്. പറയും ഇദ്ദേഹത്തിന് തുടർന്ന് ജീവിതത്തിൽ ഇനിയും ഉയർന്ന വളരെ നല്ല രീതിയിലുള്ള കഥകളും കഥകളൊക്കെ നോവലുകളൊക്കെ സുരേഷിന്റെ പേന വിരൽത്തുണ്ടാകട്ടെ. നമ്മുടെ നാടിന് ചേറൂരിന് നേരത്തെ പറഞ്ഞ പോലെ ചേറൂർ ഇപ്പൊ തന്നെ ഒരു അഭിമാനമായിട്ട് മാറിയിട്ട് അദ്ദേഹം തുടർന്നും അദ്ദേഹത്തിന് വലിയ പുരസ്കാരങ്ങൾ ലഭിക്കുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള എഴുത്തുകൾ എഴുതാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സംസാരിക്കാനായിട്ട് ഹിരണ്യകൃഷ്ണൻ. പ്രിയമുള്ളവർ, ഇവിടേക്ക് കയറി വന്നപ്പോഴാണ് സദസ്സിലേക്ക് ഇരിക്കണമെന്ന് പറഞ്ഞത്. ഇവിടെ നേരത്തെ കൗൺസിലർ സൂചിപ്പിച്ചു, ആദ്യമായിട്ടാണ് ചങ്ങമ്പുഴ ഹാള് ഇത്രയും നിറഞ്ഞിരിക്കുന്നത് ഞാൻ കാണുന്നത്. ഇതിനു മുമ്പ് പല പരിപാടികൾക്കും പല പ്രശസ്തരായ സാഹിത്യകാരന്മാരുടെയും പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വരുമ്പോൾ കേവലം ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ഈ സദസ്സ് ഉണ്ടായിരുന്നത്. ഇന്ന് ഈ സദസ്സോടെ നിറഞ്ഞിരിക്കുമ്പോൾ സുമേഷേട്ടന് കിട്ടുന്ന അംഗീകാരം അത് വലിയൊരു അംഗീകാരമാണെന്ന് ഈ സദസ്സ് തന്നെ തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലുള്ള പല കുറിപ്പുകളും പല ഘട്ടങ്ങളിലും വായിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ആ കുറിപ്പുകളിലൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആക്ഷേപകരമായിട്ടും അതുപോലെ തന്നെ തൃശ്ശൂരിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലികൾ കൊണ്ടുവച്ച് അദ്ദേഹം ഫേസ്ബുക്കിനകത്ത് എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വായിക്കാറുള്ള ഒരാളെന്ന രീതിയിലേക്ക്, അത് വായിച്ചിട്ടുള്ള ഒരാളെന്ന രീതിക്ക് നമ്മളെല്ലാവരും തന്നെ അതിനോരെ കഥാപാത്രങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ രീതിയിലേക്ക് തന്നെ ഇവിടെ വന്നിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ അദ്ദേഹത്തിന് വലിയൊരു പിന്തുണയാണ് നൽകുന്നത്. ഇനി ഈ പറയുന്ന ചേറൂര് പറയുന്ന പ്രദേശത്ത് നിന്ന് നമുക്ക് ഇതുപോലെയുള്ള നവമാധ്യമങ്ങളിൽ കൂടെയൊക്കെ ഉയർന്നു വന്നുകൊണ്ട് പുസ്തക രൂപത്തിലേക്ക് അത് മാറുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രദേശത്തെ കലാകാരന്മാർക്ക് ഉയർന്നു വരുന്നതായിട്ടുണ്ട്. അതിന് സുമേഷേട്ടൻ ഒരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പുസ്തകം പ്രകാശനം കഴിഞ്ഞു. അപ്പൊ നമുക്ക് പുസ്തകം ഇവിടെ എല്ലാവർക്കും അവൈലബിൾ ആണ്, ഇവിടുന്ന് വാങ്ങിക്കാം, ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അടുത്തായി സംസാരിക്കാനായിട്ട് ആന്റപ്പേട്ട ക്ഷണിക്കും. സ്നേഹം നിറഞ്ഞ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയ സഹോദരനെ, വളരെ അത്ഭുതത്തോടു കൂടിയാണ് സുമേഷ് സാഹിത്യകാരനായിട്ട് ഞാൻ കഴിയുന്നത്. ഇതുവരെ നമ്മളൊത്തിരി ജീവിച്ചിട്ടും നമുക്കതിന്റെ കഴിവുകൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് തോന്നുമ്പോൾ ലജ്ജ തോന്നുന്നു. ഇത്രയും വലിയൊരു കലാകാരൻ നമ്മുടെ കുടുംബത്തിലുണ്ടായിട്ട് നമുക്കത് അറിയാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു പശ്ചാത്താപമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തിൽ ഇത്ര നല്ലൊരു സാഹിത്യകാരൻ ഉണ്ടായി, വളർന്നു വലുതായി, നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകാ പുരുഷനാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമായിട്ട് നമ്മുടെ വഴിയിലുള്ള എല്ലാവർക്കും, ചേറൂർ നിവാസികൾക്ക് എല്ലാവർക്കും ഇതുപോലെ അഭിമാനപൂർവ്വം മറ്റുള്ളവരോട് പറയുവാനും എടുത്തു കാണിക്കുവാനുമുള്ള വലിയൊരു കാര്യമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും സുമേഷിന് നേർന്നുകൊണ്ട് അവസാനിപ്പിക്കും. അടുത്തതായി സംസാരിക്കാനായിട്ട് നജീബ് സാർ.
പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീകുമാർ, അതുപോലെ ഇന്ന് പുസ്തക പ്രകാശനം നിർവഹിച്ച ശ്രീ NV സുരേന്ദ്രൻ അവർ, കൗൺസിലർ ഇതൊക്കെ വില്ലി അവർ, വേദിയിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദി പങ്കിടുന്നത്. അതിന് കുറെ കാരണങ്ങളുണ്ട്. സുമേഷ് ഈ പുസ്തകത്തെ സംബന്ധിച്ച് പുസ്തക പ്രകാശനം നടത്തണമെന്ന് പറഞ്ഞത് ആദ്യമായി എന്റെ അടുത്ത് പറയട്ടെ. കാരണം ഞാൻ ഇവിടെ തൃശ്ശൂര് ഒരു പുസ്തകം, ഒരു പബ്ലിഷിംഗ് സ്ഥാപനം നടത്തുന്നുണ്ട്, മുദ്ര പബ്ലിക്കേഷൻസ്. പക്ഷേ ആ മുദ്ര പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല് രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട ആധാരങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റാമ്പ് ആക്ട്, അതുപോലെ രജിസ്ട്രേഷൻ ആക്ട്, അതുമായി അതിന്റെ വിശദീകരണം, അത് അതിന്റെ ഉപയോഗം സാധാരണ രജിസ്ട്രേഷൻ വകുപ്പിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ മറ്റേ ആദായ നികുതിക്കാർക്കും അതുപോലെ വക്കീലന്മാർക്കൊക്കെയാണ് അതിന്റെ ആ പുസ്തകം കൊണ്ടുള്ള ഗുണങ്ങൾ. ഇങ്ങനെ 5-6 പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ പേരിലായിരിക്കണം അദ്ദേഹം ഈ പുസ്തകം കൂടി പ്രകാശനം ചെയ്യണമെന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞ എന്റെ ആ ഒരു പരിമിതി അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി. എന്നാൽ അദ്ദേഹം ഈ പുസ്തകത്തിന്റെ DTP വർക്ക് ചെയ്യുന്നതിന് വേണ്ടി എന്നോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് എന്റെ ഒരു സുഹൃത്തിനെ ഇതിന്റെ വർക്ക് ഏൽപ്പിക്കുകയും തുടർന്ന് ആ അദ്ദേഹത്തിന്റെ എല്ലാ കഥകളും വായിച്ചു നോക്കാൻ എനിക്കൊരു അവസരം ഉണ്ടായി. അതിൽ ആ കഥകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ശൈലി, മികച്ച അവതരണ ശൈലി. ഇവിടെ സുരേന്ദ്രൻ സാർ ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ നാടൻ ഭാഷാപ്രയോഗങ്ങൾ, പിന്നെ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തി വളരെ വിശദമായി വായിക്കുകയാണെങ്കിൽ ഈ പുസ്തകം നിങ്ങളെ ഓരോരുത്തരെയും ആകർഷിക്കുകയും അത് നിങ്ങൾ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് യാതൊരു സംശയവുമില്ല. ഇവിടെ സുരേന്ദ്രൻ സാർ പറഞ്ഞു ഇദ്ദേഹം പുതിയ പുസ്തകങ്ങൾ, പുതിയ ഗൗരവമുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന്. അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, അദ്ദേഹം അതിന്റെ ഒരു 10-15 കഥകൾ ഉൾപ്പെടുന്ന കുറച്ച് ഗൗരവമുള്ള കുറെ കഥകളിലൂടെ എന്റെ DTP വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അതും നമുക്ക് ഉടനെ അദ്ദേഹത്തിൽ നിന്നും സുമേഷിൽ നിന്നും വളരെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം അതിന്റെ ഇതിനെക്കാട്ടി കുറച്ച് ഗൗരവ സ്വഭാവമുള്ള കഥകളാണ് ഇതിപ്പോ അദ്ദേഹം നർമ്മത്തിൽ ചാലിച്ച നാടൻ, നമ്മുടെ തൃശ്ശൂർ ഭാഷയാണ് അദ്ദേഹം കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഷയാണ്. സാധാരണക്കാരന് ഇഷ്ടപ്പെടുന്ന ഭാഷയും പ്രയോഗങ്ങളുമാണ് അതിൽ കൂടുതലുള്ളത്. സുമേഷിന്റെ പിന്നെ ഈ പറയുന്ന സുമേഷ്, സുമേഷിന്റെ പുസ്തകം ഇവിടെ എല്ലാം പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾ അദ്ദേഹത്തിന്റെ ആ പുസ്തകങ്ങളെ ഇങ്ങനെ വാങ്ങുകയും അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി പങ്കുവയ്ക്കുകയും, അത് തൃശ്ശൂർ മാത്രമല്ല അദ്ദേഹം കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ചെറുകഥാകൃത്തും സാഹിത്യകാരനുമായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം ഈ പറയുന്ന പുസ്തകങ്ങൾ വാങ്ങണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തായി നിങ്ങളുടെ സഹപാഠിയും SPT ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്ന മാർട്ടിൻ മാത്യുവിന് നമ്മുടെ ഗ്രന്ഥകാരുടെ കയ്യിൽ നിന്ന് പുസ്തകം ഏറ്റുവാങ്ങി എന്തുവാക്ക് സംസാരിക്കാൻ വിളിച്ചിരിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നാട്ടുകാരാണ് എല്ലാവരും. സുമേഷിന്റെ ചെറുപ്പകാലം കൊണ്ട് മിക്ക ജനറേഷനിലും സ്കൂൾ പഠിച്ചിട്ട് ആൾക്കാരാണ്. സുമേഷിന്റെ അമ്മയാണ് ഞങ്ങളെ കുറിച്ചെടുത്തിരുന്നത്. അപ്പൊ എന്റെ ജീവിതത്തിൽ പറയാനുള്ള ഒരു അനുഭവം എന്ന് വെച്ചാല്, ഞങ്ങളൊരു ഒരുമിച്ച് സ്കൂൾ വിട്ട് പോയപ്പോൾ നടന്നു വീട്ടിൽ വരും. അപ്പൊ എനിക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടി. എന്റെ പ്രോഗ്രസ് കാർഡ് സുമേഷിന്റെ ബാഗിലും സുമേഷിന്റെ പ്രോഗ്രസ് കാർഡ് എന്റെ ബാഗിലും പെട്ടു. എന്റെ 1ാം ക്ലാസ്സിലോ ക്ലാസ്സിൽ പഠിക്കുന്ന സംഭവമായിരിക്കും. അപ്പൊ ഞാൻ നോക്കിയപ്പോ സുമേഷ് രാത്രി കരഞ്ഞ എന്റെ വീട്ടിലേക്ക് ഓടുന്നു.
അമ്മയുടെ തല്ലിക്കൊണ്ടുണ്ടായിരുന്ന മനസ്സിലേക്ക് നോക്കിയപ്പോ എന്താ സംഭവം, സുമേഷിന് ആ പ്രോഗ്രസ് കാർഡ് 4-0 മാർക്കാണ്. അപ്പൊ ഞാൻ വീട്ടിൽ സംഭവിച്ചില്ല, പേര് നോക്കിയില്ല. അപ്പൊ എനിക്ക് അർഹതയില്ലാത്ത മാർക്കാണ് എനിക്കറിയാം. പിന്നെ നോക്കിയപ്പോ അതില് തല്ലിൽ കഴിഞ്ഞതിന് ശേഷം അമ്മ പ്രോഗ്രസ് കാർഡ് പേര് നോക്കുന്നത് ഓർമ്മയുണ്ടാവും, നൽകിവിടാൻ. അപ്പൊ ആ ജീവിതത്തിൽ ഉണ്ടായ കാര്യമല്ല, വെറുതെ പറഞ്ഞല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന് വായിച്ചോട്ടെ. പിന്നെ പറയാന്ന് വെച്ചാൽ സുരേന്ദ്രന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. എന്നെ കുറിച്ച് ആദ്യമായിട്ട് പത്രത്തിൽ എഴുതിയതും എന്നെ വലിയൊരു ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് സുരേന്ദ്രൻ. എന്റെ ജീവിതത്തിൽ വളരെ അടുത്ത് എപ്പോഴും കാണുന്ന ആൾക്കാർ. അപ്പൊ അദ്ദേഹം എന്റെ വളരെ സഹപാഠിയുടെ പുസ്തകം എന്റെ വളരെ അടുത്ത സുഹൃത്തിനെ അത് പ്രകാശനം ചെയ്തൊരു ചടങ്ങില് എന്നെ ക്ഷണിച്ചതിനും എന്റെ നാട്ടുകാരോട് ഒരു വാക്ക് സംസാരിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായിട്ട് നന്ദിയുണ്ട്. സുമേഷ് ഈ ഭാവിയിലെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ ഇതിനേക്കാൾ നല്ല പുസ്തകങ്ങൾ എഴുതി നമ്മുടെ നാട്ടിൽ എന്താ പറയാ, ഇത് വായിക്കുമ്പോ ഒരു ഫീൽ കിട്ടുന്ന പറഞ്ഞാൽ ഒരു സമാധാനം കിട്ടുന്ന സുരേന്ദ്രൻ പറയുന്നുണ്ട്. സമാധാനം കിട്ടുമെന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ വൈകുന്നേരത്തെ ആ സ്പെഷ്യൽ മാറ്റമല്ലോ. സുമേഷിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തായിട്ട് KS രാജൻ. അതുപോലെ തന്നെ ഏറ്റവും വിശിഷ്ട വ്യക്തിയായി നമ്മുടെ സുമേഷ് ഈ പുസ്തകം ഫേസ്ബുക്കിലെ കഥകളായി എഴുതുമ്പോൾ നമ്മൾ തീർച്ചയായും ഓരോരുത്തരും വിചാരിക്കാറുണ്ട് സുമേഷിനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും അറിയാം. സുമേഷ് അത് നല്ല രീതിയിൽ എന്തുകൊണ്ട് എഴുതുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുമേഷ് പുസ്തകത്തിന്റെ രൂപത്തിൽ ഇത് പ്രകാശനം ചെയ്യുന്നത്. നമ്മൾക്ക് വളരെ ലാഘവത്തോടെ കാണാവുന്ന ചെറിയൊരു എഴുത്ത് എങ്കിലും സുമേഷിന്റെ എഫർട്ട് അത് വളരെ വലുതാണ്. കാര്യം സേറൂരിനെ കുറിച്ച് മൊത്തം പഠിച്ച് പല കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളെ കോർത്തിറക്കിക്കൊണ്ട് ഒരു ഭംഗിയായിട്ടുള്ള ഒരു അവതരണം സുമേഷിന്റെ കാഴ്ചവെച്ചിട്ടുണ്ട്. പൂർണ്ണമായും വായിച്ചിട്ടില്ലെങ്കിലും ഫേസ്ബുക്കിലൂടെ ചില കഥകൾ വായിച്ചിട്ടുണ്ട്. എപ്പോഴും അത് വായിക്കുമ്പോൾ വളരെ ആനന്ദം തോന്നുന്നുണ്ട്. എന്തായാലും പൂർണ്ണമായി വായിക്കും. സുമേഷ് എന്തുകൊണ്ടും കഴിവുള്ള വ്യക്തിയാണ്. ചെറുതൊരു അഭിമാനമാണ്. സന്തോഷിക്കുന്നു. സുമേഷിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇനി ഇതൊരു സ്വകാര്യ ചടങ്ങാണ്. സുമേഷിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആരെങ്കിലും 2 വാക്ക് സംസാരിക്കണം, സുമേഷിനെ കുറിച്ച് ആഗ്രഹം ഉണ്ടെങ്കിൽ വളണ്ടറായിട്ട് വരാം. ഇനി ആരും പേരെടുത്ത് വിളിക്കുന്നില്ല. ആർക്കെങ്കിലും വരണമെങ്കിൽ വരാം, സംസാരിക്കാം. അടുത്തായിട്ട് രത്നകുമാർ, നമ്മളുടെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. പട്ടാമ്പിന്ന് ഇതിനു വേണ്ടി ഇവിടെ വന്നതാണ്. സുമേഷ് ആക്ച്വലി എനിക്ക് ഈ മമ്മൂട്ടിയുടെ സിനിമയിൽ പറഞ്ഞ പല സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പലതരത്തിൽ അറിയപ്പെടുന്ന ഒരാളായിട്ടാണ് സുമേഷിനെ അറിയാം. ഒരു കലാകാരനായിട്ട് സുമേഷിനെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഓരോരുത്തരെ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് ധാരണ ഉണ്ടാവല്ലോ. ഇയാൾ പോയി കഴിഞ്ഞാൽ മാക്സിമം ഏതുവരെ പോകുന്ന ഒരു ധാരണ ഉണ്ടാവും. പക്ഷെ സുമേഷ് ഇത്ര മികച്ച ഒരു കഥാകാരനാണ് എന്ന് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെയാണ്. നമ്മൾ ഭയത്തോടും ഭക്തിയോടും കൂടി ഭഗവാൻ ശിവൻ, ഭഗവാൻ വിഷ്ണു എന്നൊക്കെ പറയുന്ന അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളെ നമുക്ക് ശിവേട്ട, വിഷ്ണുവേട്ട എന്നൊക്കെ വിളിച്ചിട്ട് ആ ഒരു അമിതമായ ഒരു ഭയം ഒഴിവാക്കാൻ വേണ്ടി സാറ് നേരത്തെ പറഞ്ഞ പോലെ അതൊരു റിലീഫ്. എന്റെ അമ്മ നല്ല വായനക്കാരിയാണ്. എന്റെ അമ്മ എന്നോട് പറഞ്ഞു എന്തായാലും പോണം. കാരണം വളരെ സരസമായി, എന്നാൽ ഒരു പുരാണം ഒരുപാട് കഥ വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ, എല്ലാ ദിവസവും രാമായണം വായിച്ചിട്ട് അത് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ആ കഥാപാത്രങ്ങളെ കുറിച്ച്, പുരാണത്തെ കുറിച്ച് സാധാരണ ആളുകൾ മനസ്സിലേക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രൂപത്തിൽ ഒരു കഥ എഴുതാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കഥാകാരന്റെ ഏറ്റവും വലിയ മികവ്. നമുക്ക് വടക്കൻ വീരഗാഥയിലെ ചന്തു ഒരു വീരപുരുഷനായിട്ട് മാറുന്നത് ഒരു എഴുത്തുകാരന്റെ ഭാവന കൊണ്ടും അയാളുടെ കഴിവുകൊണ്ടാണ്. അങ്ങനെ മാറ്റം വരുത്താൻ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നമുക്ക് സുമേഷിനായി എന്നുള്ളത് പിന്നെ വലിയൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ കഴിവാണ് ഇരിക്കുന്ന ആളുകൾ, അദ്ദേഹത്തിന്റെ ബന്ധങ്ങളുടെ തീവ്രതയാണ്
ഞാൻ ഈ പട്ടാമ്പിയിൽ നിന്ന് ഇവിടെ വരാൻ എനിക്ക് കഴിഞ്ഞത്. എന്തായാലും സുമേഷിന് എനിക്ക് സുമേഷിന്റെ അറിയാവുന്ന ആക്ടിവിറ്റികളൊക്കെ വേറെയുണ്ട്. നമുക്ക് ചില പോസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ സുമേഷിനെ വിളിക്കും, ബിസിനസ് കിട്ടണമെങ്കിൽ സുമേഷിനെ വിളിക്കും. ഇപ്പൊ ഒരു കഥാകാരനായ സുമേഷിന് വേണ്ടി 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എന്തായാലും ഇത്ര വലിയൊരു വേദിയിൽ നമ്മുടെ സുരേന്ദ്രൻ സാറെ പോലുള്ള വലിയ വലിയ ആളുകൾ ഇരിക്കുന്ന ഒരു വേദിയിൽ 2 വാക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയ സന്തോഷം. എല്ലാവിധ ആശംസകളും സുമേഷ് നേരുന്നു. വീണ്ടും ഇതുപോലുള്ള വലിയ ചടങ്ങുകളിൽ സുമേഷ് പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ വിളിച്ചു, ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം. പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉപഹാര സമർപ്പണമാണ്. ഒരു സെക്കൻഡ്. സുമേഷിന്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ് രാധാകൃഷ്ണൻ. അദ്ദേഹം സംസാരിക്കുന്നു. സൗഹൃദ കൂട്ടായ്മയുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുമായി ഞങ്ങൾക്ക് ചാർത്തപ്പെട്ട ഒരു സംവിധാനം. അത് ഞങ്ങൾ 10 ആള് അടങ്ങുന്നൊരു ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മയാണ്. ഇതില് ഞങ്ങൾ ഒരു ടൂറിന് പോകുമ്പോഴും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങള് സംസാരത്തിന്റെ ഉള്ളിൽ വരുന്ന ചില കുറ്റങ്ങളും അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ചില കോമഡികളൊക്കെ സുമേഷിന്റെ പല അത് ഈ നമ്മുടെ മഹാഭാരതവുമായി ബന്ധപ്പെട്ട അതിനുള്ളിൽ കയറി അതിനൊരു നർമ്മം കണ്ടെത്തി അതിനൊരു എടുത്ത് ഞാൻ സുമേഷിന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ശരിക്കും പ്രവാസ ജീവിതം ആണ് സുമേഷിനെ എനിക്ക് തോന്നുന്നു കൂടുതൽ വായനയിലേക്ക്. അതുപോലെ എന്റെ ഇവിടെ ഓരോ വിങ്ങലുകളും നാടിന്റെ അച്ഛനമ്മേനെയും പിന്നെ നിൽക്കൊണ്ടുവരുന്ന ഓരോ വിങ്ങലുകളും സുമേഷ് പലപ്പോഴും പല നമ്മുടെ സൗഹൃദത്തില് പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അതൊന്നും നമ്മുടെ കഥകളിൽ വന്നിട്ടില്ലെങ്കിലും പ്രവാസ ജീവിതം കഴിഞ്ഞ് നമ്മുടെ ഈ മേഖലയിൽ വന്നപ്പോൾ സുമേഷ് ഒരു പുതിയ തലത്തിലേക്കാണ് അവന്റെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് ഒരു പ്രാവശ്യം പോലെ ഫേസ്ബുക്കിൽ ഒരു പോലെ കഥ എഴുതി ആള് പ്രസിദ്ധീകരിച്ചപ്പോൾ അതില് ഒരു സുഹൃത്ത് വളരെ വിമർശനാത്മകമായിട്ട് ഈ ദൈവങ്ങളെ കുറ്റം പറഞ്ഞ് എന്നുള്ള രീതിയിൽ ഒരു വലിയൊരു ഭീഷണി സ്വരത്തിലൊക്കെ വന്നു. അത് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഒരു രീതിയാണ്. ഒരു കഥ എഴുത്തുകാരന് അവർ സ്വതന്ത്രമായി എഴുതാൻ കഴിയുന്നില്ല ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട്. അതൊക്കെയാണ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ഇന്ന് നിലനിൽക്കുന്ന ഒരു വെല്ലുവിളികൾ. ഇപ്പോ ഏതെങ്കിലും ഒരു എഴുത്തിലൂടെയാണ് ഒരു കർഷക കൂട്ടായ്മയെ കുറിച്ച് എഴുതി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ കുറ്റപ്പെടുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ അതിൽ ഈ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ ഒരു എഴുത്തുകാരൻ തന്നെ ശ്രദ്ധിക്കാൻ ഉണ്ട് എന്ന് ഞാൻ പലപ്പോഴും സുമേഷിനോട് ഓർമ്മപ്പെടുത്താറുണ്ട്. പക്ഷെ എന്റെ കൂട്ടുകാരൻ നല്ല രീതിയിലുള്ള ഒരു എഴുത്തുകാരായിട്ട് ഭാവിന്റെ നമ്മുടെ ചെറുവിന്റെ ഒരു അഭിമാനമായി വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. ഇത്രയും തിരക്കിനിടയിൽ നമ്മളിപ്പോൾ ഇത്രയും അധികം സമയം ചെറിയ പരിപാടിക്ക് ഇത്രയും അധികം സമയം ചെലവിട്ട ശ്രീ സുരേന്ദ്ര സാറിന്റെ ഒരു ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം കൊടുക്കുന്നതിന് വേണ്ടി അതായത് ചടങ്ങിന്റെ ഭാഗമായി അത് വായിക്കാനായിട്ട് സുരേന്ദ്ര സാറിനെ ക്ഷണിക്കുകയാണ്. എനിക്കറിയാം, നമുക്കറിയാം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇത് വെക്കാനുള്ള സ്ഥലം ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം എന്ന കാര്യമാണ്. എങ്കിലും ഞങ്ങളുടെ ഒരു സന്തോഷം ഞങ്ങളുടെ മനസ്സ് തുറന്നുകൊണ്ടുള്ള ഉപകാരം വായിക്കാനായിട്ട് സുരേന്ദ്ര സാറിനെ ക്ഷണിക്കുന്നു. കൊടുക്കാനായിട്ട് ശ്രീകുമാറിനെ ക്ഷണിക്കുന്നു. അതിനുശേഷം സുമേഷിന്റെ മറുപടി പ്രസംഗവും നന്ദി പ്രദർശനവുമാണ്. അതിനുശേഷം നമ്മുടെ വിനോദ്, സുമേഷിന്റെ ഏറ്റവും നല്ല സുഹൃത്ത് വിനോദിന്റെ ഒരു ചെറിയ ഗാനാലാപം ഉണ്ടായിരിക്കും. നമ്മുടെ പുസ്തകം അവിടെ റെഡിയാണ്, അദ്ദേഹമാണ് അത് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ സുമേഷിനെ നന്ദി പറയുന്നതിന് ക്ഷണിക്കുന്നു. സുമേഷ് ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്നതിനുള്ള ആയിരുന്നില്ല സുമേഷിന്റെ ടെൻഷൻ. ഇന്ന് നന്ദി പറയേണ്ടി വരുമല്ലോ എന്നുള്ള ടെൻഷൻ.
അപ്പൊ ഇന്നലെ ആള് പറഞ്ഞത് ഇതാണ്, എനിക്ക് നന്ദി പറയേണ്ടത് അത് കഴിഞ്ഞപ്പോ ഞാൻ എന്താ ചെയ്യാന്നാണ് സുമേഷിന്. അത് എന്ത് പറഞ്ഞാലും ശരി നമുക്ക് സന്തോഷമുള്ളൂ. പ്ലീസ്. ശരിക്കും എനിക്ക് അറിയില്ല എന്താ പറയുക, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, നല്ല ടെൻഷൻ ഉണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചൊരു എല്ലാവർക്കും നമുക്ക് സന്തോഷമുണ്ട്. ഒരുപാട് കുറെ നാളായിട്ടൊരു ആഗ്രഹം ഒരു പുസ്തകം ഇറക്കാനുള്ള. തമ്മിലൊക്കെ പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു സിഗ്നേച്ചർ ഇട്ട് പോകണം എന്നൊക്കെ പറയാറുണ്ട്. അവനാ പറയുന്നത് വലിയ കാഴ്ചപ്പാടിലേക്ക് അവൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ നോക്കിയിട്ട് എൻ്റെ ഒരു സിഗ്നേച്ചറായിട്ട് വേണമെങ്കിൽ ഇതിന് കാണാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ. പിന്നെ ഡെയിലി പാലക്കാട്ടേക്കും തിരിച്ചുള്ള യാത്രയിലാണ് ഞാൻ ഇങ്ങനെ ഓരോ കുറിക്കാൻ തുടങ്ങിയത്. അതിൽ വാട്സപ്പിലൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ അയക്കും. അങ്ങനെ ഞങ്ങളുടെ റോയൽ ബെൽജിയംസ് എന്നുള്ള ഗ്രൂപ്പിലയക്കും. അപ്പൊ ബിന്ദു അല്ലെങ്കിൽ ജയ്പി ഒക്കെയാണ് പറയാറുള്ളത്, അത് കൊള്ളണ്ട, നീ ഇത് നന്നായിട്ട് എഴുതുന്നതെന്നൊക്കെ പറയാറുള്ള ആൾക്കാണ് ഫേസ്ബുക്കിൽ ഇട്ട് തുടങ്ങിയത്. പിന്നെ എഫിലിട്ടു, പിന്നെ അതിൽ ഗ്രൂപ്പിലുണ്ടായപ്പോൾ പിന്നെ അതിലത്തെ ഒരു ഗ്രൂപ്പുകളിലൊക്കെ ഇടാറുണ്ട്. അപ്പം പിന്നെ തമ്പി പറഞ്ഞ പോലെ ഞങ്ങളുടെ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ ഞങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പൊ പറയുന്ന പോലെ ഇവന്റെ പേര് ചിലപ്പോൾ പറയാറില്ല, അത് വേണ്ട എൻ്റെ പേര് മാറ്റണം അല്ലെങ്കിൽ ആ പേര് പാടില്ല എന്ന് പറയാറില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കുഞ്ഞുട്ടൻ. അപ്പം ഫസ്റ്റ് പേഴ്സണിലെന്ന് പറയാലോ എന്നുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ അതിന്റെ ഭാഗമായിട്ട് പിന്നെ എല്ലാവരും ഇപ്പൊ കുഞ്ഞുട്ടൻ, പിന്നെ ഞാനാണ് കുഞ്ഞുട്ടൻ, അച്ഛൻ കുഞ്ഞാകത്ത് അക്ഷരയ്ക്ക്, സ്മിത മീന്റെ കുട്ടിരാമിനെ, പിന്നെ മധുവും ദീപൻ കൗസല്യം സുധാകരനായി, മാളുമയോ കുഞ്ചു കുഞ്ചിയായി, തമ്പി അർപ്പായിക്കായി, അങ്ങനെ സുന്ദരയായി, അങ്ങനെ എല്ലാവരെയും നമ്മളുടെ ആൾക്കാരായിട്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ എല്ലാ കുഞ്ഞുട്ടൻ എന്റെ കാര്യങ്ങളല്ല, ആദ്യം കുഞ്ഞുട്ടൻ ചെയ്യണ പോലെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ പിന്നെ വലിയ വായനയില്ലാത്ത തന്നെ പദസമ്പത്തൊക്കെ കുറവായതുകൊണ്ട് തൃശ്ശൂർ ഭാഷയാണ് പിന്നെ എനിക്ക് ആൻഡാനായിട്ട് എടുക്കുന്ന കാര്യം ആ ഭാഷയിൽ എഴുതി തുടങ്ങുന്നല്ലോ. എന്തായാലും ഇവിടെ വന്ന എല്ലാവരും അതിന് സന്തോഷമുണ്ടെങ്കിൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ ഈ ബുക്ക് ഇറക്കണം എന്നൊരു ആഗ്രഹം നമുക്ക് ഞാൻ പറഞ്ഞു, രാധേട്ടൻ, തമ്പി, ദീപ, പിന്നെ വീട്ടിലൊക്കെ പറഞ്ഞു. എല്ലാവരും നജിത്തൊക്കെ നല്ല സപ്പോർട്ട് എനിക്കുണ്ട്. നമുക്ക് എന്നാലും